സംസാരിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വീണ്ടും ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ നിലയിൽ ചേരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അധികം താമസിയാതെ നമുക്ക് ഒരു സ്ഥലത്ത്, അത് നമ്മളുടെ സഭാമന്ദിരത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാനായിട്ട് സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ദൈവ സന്നിധിയിൽ നമുക്കുള്ളത്. അടുത്ത ആഴ്ചയിൽ നമുക്ക് അപ്പം നുറുക്കിന് വേണ്ടി വൈകുന്നേരത്ത് ഒന്ന് കൂടാം എന്ന് മൂപ്പന്മാര് സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫിസിക്കലായിട്ട് കൂടാനായിട്ട് പിന്നത്തെ ആഴ്ച മുതൽ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. നമുക്കതിനെക്കുറിച്ച് തുറന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ദേവദാസ് സഹോദരന് നമ്മളെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ കളമശ്ശേരി സഭ ആരംഭിച്ചിട്ട് 35 വർഷങ്ങൾ ആയി. സെപ്റ്റംബർ മാസം 7-ാം തീയതി 1986 സെപ്റ്റംബർ 7-ാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് സഭയായിട്ട് കൂടി വരുന്നത്. അത് ചങ്ങമ്പുഴ നഗറിൽ ഉള്ള M6 108 എന്നുള്ള വീട്ടിലാണ് നമ്മൾ കൂടിയത്. അന്ന് മുതൽ ദേവദാസ് സഹോദരനും വിമല സഹോദരിയും കളമശ്ശേരി സഭയുടെ ഭാഗമാണ്. അന്നത്തെ ദിവസത്തിൽ നമ്മളോടുകൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ഇന്നും ചില സഹോദരങ്ങൾ നമ്മളോടുകൂടെ ഇല്ലെങ്കിലും അവർ നമ്മളുമായി സഹകരിച്ച് പോകുന്ന ആളുകളാണ്. ജേക്കബ് സക്രിയ ആൻഡ് തങ്കം, അവർ അമേരിക്കയിലാണ്. എന്നാലും നമ്മളുടെ സഭകളോട് അദ്ദേഹത്തിന് ബഹുമാനമുള്ള ആളാണ്. അന്ന് എൻ്റെ സഹോദരി റോസമ്മയും ഫിലിപ്പും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നും ദൈവസഭയ്ക്ക് നമ്മൾക്കൊക്കെ പിൻബലമായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളാണ്. അപ്പം അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നീട് തോമസ് മത്തായി എന്ന് പറയുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ നമുക്ക് സഹായമായി തീർന്ന ഒരു ദൈവ മനുഷ്യനാണ്. നമ്മെ ഉത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കാണിച്ചിരുന്നു. അദ്ദേഹം ഒരു ബ്രദറൻ വിശ്വാസിയായിരുന്നുവെങ്കിലും വിശാലമായി ചിന്തിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ്. അദ്ദേഹം ഇന്ന് ലോകത്തിലില്ല. ആദ്യകാലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ അനേക സഹോദരങ്ങൾ സഹായകമായും ഉത്സാഹമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ചില സഹോദരങ്ങൾ നമ്മളോട് ഒരുമിച്ച് ആദ്യകാലങ്ങൾ ഉണ്ടായിരുന്നവർ തുടർന്ന് അവർക്ക് വരാനായിട്ട് സാധിച്ചില്ല. അവരുമായിട്ട് തുടർന്നുള്ള സഹകരണം നമുക്ക് സാധിച്ചില്ല. അത് സങ്കടമായി. സ്റ്റാൻലി മാത്യു സഹോദരൻ ഒരുപാട് താമസിക്കുന്നതിന് മുന്നമേ നമ്മളോടുകൂടെ വന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നമുക്ക് ആശ്വാസകരമായിരുന്നു, അത് ഓർക്കുന്നു. പിന്നീട് അജിത് പോൾ എന്ന് പറയുന്ന ഒരു സ്നേഹിതന് അമേരിക്കയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ട ആളാണ്. ഇന്ത്യയിൽ വേലയ്ക്കായിട്ട് വന്നതാണ്. നമ്മളോടുകൂടെ കുറേ നാളുകളൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം നമുക്ക് സഹായകരമായി അനേകം ആളുകളെ കൊണ്ടുവരികയും പ്രവർത്തനത്തിനായിട്ട് ദൈവം സഹായിക്കുകയും ചെയ്തു. ഒരുപാട് താമസിച്ചതിന് മുമ്പ് PM മാത്യു സഹോദരനും അവരൊന്നും 92-ലാണല്ലേ. ഏതായാലും ശരി. അതിനുശേഷം അങ്ങനെ ഒരുപാട് ദൈവമക്കൾ കളമശ്ശേരി സഭയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവം അത്ഭുതകരമായിട്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് വഴികളും വാതിലുകളും തുറന്നു തന്നത്. സ്ഥലം സഭകൾ എന്നുള്ള ആശയം അങ്ങനെ സഹകരിക്കാനായിട്ട് ആദ്യകാലങ്ങളിൽ ജോയി സാറുമായിട്ട് സഹകരിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം പിന്നീട് AP ജോസഫ്, എബ്രാം തോമസ് സഹോദരൻ പോലുള്ള സഹോദരങ്ങളുമായിട്ട് സഹകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ പ്രവർത്തനങ്ങൾക്കുള്ള വിശാലമായ ഒരു വേദി കർത്താവ് ഒരുക്കി. അങ്ങനെ പ്രവർത്തിപ്പാനായിട്ട് സാധിച്ചു. അതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം വഴി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. നമ്മളോടുകൂടെ ആരംഭിച്ച പല സഭകളും ഇന്ന് ഇല്ല. അപ്പം അതുകൊണ്ട് ദൈവം ഇത്രയും കാലം നമ്മളെ നിലനിർത്തിയെന്നുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. അപ്പം അതിന് മറുവശം കൂടെ പറയണമല്ലോ. 35 വർഷം നമ്മൾ ഈ ദേശത്ത് പ്രവർത്തിച്ചു. അതിൻ്റെ ദൈവം ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് സാധിച്ചോ? നമുക്ക് വന്ന ബലഹീനതകൾ എന്താണ് എന്നൊക്കെ തിരിഞ്ഞു നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് ഒരു അവസരമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു, ദൈവം ആഗ്രഹിച്ചതുപോലെ എല്ലാം പ്രവർത്തിച്ചു എന്നൊന്നും അവകാശപ്പെടാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ നിലനിൽപ്പിൻ്റെ കാരണം ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ ശേഷിപ്പിക്കുന്ന കാലം ഒക്കെയും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം പറയുന്നവരായി, ദൈവവചനം സത്യസന്ധമായി പ്രഘോഷിക്കുന്നവരായിട്ട് നിൽക്കുവാൻ, ലോക സുവിശേഷവൽക്കരണത്തിന് ഒരു പിൻബലമായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളുടെ സഭ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അനേക ദൈവമക്കളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പിൻപിൽ പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തിൽ നമ്മളുടെ ചിന്താവിഷയം യൂദായുടെ ലേഖനം തന്നെയാണ്. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൂടെ നമ്മൾ യൂദായുടെ ലേഖനത്തിൽ ചെലവഴിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം ഞാൻ യോഹന്നാൻ്റെ ലേഖനം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂദായുടെ ലേഖനത്തിൽ സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വിശ്വാസം ശരിയാകുന്നില്ലെങ്കിൽ ജീവിതം ശരിയാകുകയില്ല. വിശ്വാസമാണ് നമുക്ക് രക്ഷയുടെ മുഖാന്തരമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷമാണ്. ജീവിതം സുവിശേഷത്തിന് അനുസൃതമായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിതമല്ല ഒന്നാമത്, നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷമാണ് ഒന്നാമത്. അത് സത്യസുവിശേഷമായിരിക്കണം. ആ സുവിശേഷം നിർമ്മലമായി സൂക്ഷിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ യൂദാ നമ്മളോട് പറയുന്നത്. സത്യസുവിശേഷം യഥാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അനുസൃതമായി ജീവിക്കുവാൻ ദൈവം അവരെ പ്രാപ്തിപ്പെടുത്തുന്നു. അതിനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന കാര്യവും യൂദാ നമ്മളോട് പറയുന്നുണ്ട്. അവിടെ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള സംഭാഷണമാണ്, എതിരെയുള്ള വിമർശനമാണ്. അതിനെ എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പുകളാണ് ഇതിന് മുന്നമേ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 20, 21, 22 വാക്യങ്ങൾ ദുരുപദേഷ്ടാക്കന്മാരോട് ഉള്ള നിർദ്ദേശമല്ല, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതല്ല, നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇത് യൂദായുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗത്തെ തടയുന്നതിനെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾ പറയുന്ന പ്രസ്താവനയുണ്ട്, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണ് രോഗത്തെ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും മെച്ചം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, വ്യായാമങ്ങൾ ചെയ്യുക, നമ്മൾ ശരിയായ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ആ നിലയിലൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നുവെങ്കിൽ രോഗം വരാതിരിക്കും. അവസാനം രോഗം വരുമായിരിക്കും, അത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. അപ്പം അതുപോലെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഈ നമ്മളെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തെ മലിനപ്പെടുത്തുന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആരോഗ്യമുള്ളവരായി, ആത്മീകമായി ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക. നല്ല ആരോഗ്യമുള്ള ആളുകളാണ് എങ്കിൽ ഈ രോഗബാധ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വരികയില്ല, പ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാകും. അപ്പം അതിനുള്ള നിർദ്ദേശമാണ് ഈ വേദഭാഗത്ത് യൂദാ നമുക്ക് തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ബലപ്പെടണം. നിങ്ങൾ വിശ്വാസത്തിൽ, ഭക്തിയിൽ ആരോഗ്യമുള്ളവരായിട്ട് തീരണം. എങ്കിൽ മാത്രമേ ഈ പ്രതിലോഭ ശക്തികളെ നേരിട്ട് അവരെ പരാജയപ്പെടുത്തി അവരുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ് ഇവിടെ യൂദാ നമ്മളോട് പറയുന്നത്. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വായിക്കാം, അതിനുശേഷം അതിൻ്റെ വിശദീകരണം പറയാനായിട്ട് ശ്രമിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ,
ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. അവിടെ ഈ വാക്യത്തില് ആത്മീക ആരോഗ്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ആദ്യ നിർദ്ദേശം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ആത്മീയ രോഗം ബാധിച്ച ആളുകളോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ വാക്യത്തിൽ യൂദ നമ്മളോട് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യം, ആത്മീയ ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നത്, അതുപോലെ തന്നെ രോഗം ബാധിച്ചതായ ദുരുപദേശത്തിന് വിധേയപ്പെടുന്ന ആളുകളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള കാര്യം. അപ്പം വ്യക്തിപരമായ നമ്മളുടെ ഉത്തരവാദിത്വം, മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം, ഈ രണ്ട് കാര്യങ്ങളും ഈ 3 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സഭയായുള്ള ഉത്തരവാദിത്വം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. വിശ്വാസികളെ എങ്ങനെ ആത്മീകമായി ആരോഗ്യമുള്ളവരായിരിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ദുരുപദേശങ്ങൾക്ക് വിധേയപ്പെടുന്ന ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വ്യക്തിപരമായി സഭയായി എന്ന് പറയുമ്പോൾ സഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വ്യക്തിപരമായ നിലയിൽ നമുക്ക് ഈ ആത്മീയ ആരോഗ്യം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ 20ാമത്തെ വാക്യം വായിച്ചാൽ മലയാള പരിഭാഷ നല്ല പരിഭാഷയാണ്, എനിക്കത് ഇഷ്ടമായി. അപ്പോൾ അവർ പറയുന്ന പരിഭാഷ അനുസരിച്ച് നല്ല പരിഭാഷയാണ്. അതിൽ ഒരു കൽപ്പനയും ആ കൽപ്പനയെ വിശദീകരിക്കുന്ന 3 വിശദീകരണങ്ങളുമാണ് 20-21 വാക്യങ്ങൾ കാണുന്നത്. അതിൽ ഒരു കൽപ്പനയാണുള്ളത്. ആ കൽപ്പനയെ വിശദീകരിക്കുന്ന 3 പ്രസ്താവനകളും 3 വിശദീകരണങ്ങളും ഈ വാക്യത്തിൽ, ഈ 2 വാക്യങ്ങളിൽ ഉണ്ട്. അത് നമ്മളുടെ ആത്മീയ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നതാണ് ഈ 2 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പം അതിലെ കൽപ്പന എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നതാണ് കൽപ്പന. എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നത് എന്നതിൻ്റെ വിശദീകരണമായിട്ട് 3 പ്രസ്താവനകൾ. 3 എന്ന് പറയുന്നത് യൂദായിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 3 കാര്യങ്ങൾ അദ്ദേഹം അതിൻ്റെ വിശദീകരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആത്മീക വർധന വരുത്തണം, രണ്ടാമത് പ്രാർത്ഥിക്കണം, മൂന്നാമത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് കാത്തിരുന്നുകൊണ്ട് ആ സ്ഥിരത നമ്മൾ നിലനിർത്തണം എന്ന 3 കാര്യങ്ങൾ ഈ ആത്മീയ ആരോഗ്യം നിലനിർത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അവിടെ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന ആ കൽപ്പനയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ കൽപ്പന ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്ന കൽപ്പനയാണ്. അവിടെ വിശ്വാസികളുടെ ആത്മീയ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അവര് ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരാണ് എന്നതാണ്. ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്നതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇത് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞ ആശയത്തിന് വളരെ സമാനമായ ആശയമാണ്. സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ഈ 3 കാര്യങ്ങൾ യൂദായും ഈ വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അവിടെ സ്നേഹത്തെക്കുറിച്ചാണ്, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകത. വേറെ അടുത്ത ആദ്യ പ്രസ്താവന എന്ന് പറയുന്നത് നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണം, അല്ലെങ്കിൽ അതിൽ ഉറച്ച് നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീക വർധന വരുത്തണം. അപ്പോൾ വിശ്വാസം, അപ്പം സ്നേഹം, വിശ്വാസം, പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞ പ്രത്യാശ. അപ്പോഴേ സ്നേഹം, വിശ്വാസം, പ്രത്യാശ എന്ന് പറയുന്ന 3 കാര്യം. പിന്നെ യൂദ ഒരു കാര്യം കൂടെ അതിനോട് കൂട്ടിച്ചേർത്തു, അത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ 4 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരു പ്രസ്താവനയും പിന്നെ 3 വിശദീകരണങ്ങളും എന്നുള്ള നിലയിലാണ് യൂദ ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. അവിടെ ഈ സഭയിലുള്ളതായിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് പറയുമ്പോൾ അതാണല്ലോ യൂദായുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് ദുരുപദേഷ്ടാക്കന്മാരായിരിക്കുന്ന ആളുകൾ സഭയിൽ ഉപദ്രവം ഉണ്ടാക്കുന്നു, അവര് ആളുകളെ സ്വാധീനിക്കുന്നു, സഭയുടെ സമാധാനം അവരില്ലായ്മ ചെയ്തിരിക്കും. അവരുടെ ജീവിത ശൈലി അനുസരിച്ചും അവരുടെ ഉപദേശം അനുസരിച്ചും സഭയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥിതിയാണ്. അതിനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മളുടെയൊക്കെ പ്രതികരണം അനുസരിച്ചാണെങ്കിൽ ഭയങ്കരമായിട്ടും കോപിക്കുക.
ഇവരെ എല്ലാം അങ്ങ് ശാസിക്കുക. അതൊക്കെ വേണം കേട്ടോ, കോപവും ശാസനയൊക്കെ അത് ഒരു വശത്തുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. എന്നാൽ യൂദ പറയുന്നത് സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മളുടെ പ്രതിയോഗികൾ അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ആളുകൾ, നമ്മൾ പറയാൻ അല്ലെങ്കിൽ നമ്മളോട് എതിർക്കുന്ന ആശയങ്ങൾ പറയുന്ന ആളുകൾ, അവരോട് നമ്മളുടെ സമീപനം നമുക്ക് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും മത്സരത്തിൻ്റെയും ഒരു സമീപനം നമുക്ക് സാധ്യമാണ്. എന്നാൽ അത് ദൈവികമായ സമീപനമല്ല. കർശനമായ നിലപാടൊന്നും വേണ്ടെന്നൊന്നും അല്ലേ പറയുന്നത്. എന്നാൽ അടിസ്ഥാനപരമായി ദൈവസഭയുടെ ലക്ഷണം സ്നേഹമാണ്. അടിസ്ഥാനപരമായി ദൈവസഭയില് ദൈവത്തിന്റെ സ്നേഹം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, ഞാൻ എന്തെല്ലാം പറഞ്ഞാലും, ഉപദേശത്തിന് വേണ്ടിയൊക്കെ എത്ര കാർക്കശ്യം നമ്മൾ ഉപയോഗിച്ചാലും, സ്നേഹമില്ലാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ദൈവികമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ദൈവവചനത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നിസ്തുല്യതയാണ്. നമുക്ക് ഉപദേശത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ ഉപദേശത്തിനെതിരായി പറയുന്ന ആളുകളോടുള്ള നമ്മുടെ സമീപനമൊക്കെ സ്നേഹത്തിലല്ല. ദൈവസ്നേഹം എന്ന് പറയുന്നതില്ല. അവരോടുള്ള നമ്മളുടെ ഇടപാട് സ്നേഹത്തിലല്ല. അവരെ സ്നേഹിക്കാൻ പ്രയാസം കേട്ടോ. അത് എനിക്കും പ്രയാസമാണ്, നിങ്ങൾക്കും പ്രയാസമാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പന ദൈവസ്നേഹത്തിൽ നിലനിൽക്കണം എന്നുള്ള കൽപ്പനയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. ദൈവവചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക നിർദ്ദേശം അതാ കേട്ടോ, സ്നേഹിക്കണം എന്നുള്ള കാര്യമാണ്. എനിക്ക് ചില സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്നേഹം വരുന്നില്ല. അവരോട് എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. ഇത്രയും കാലമായിട്ട് ഈ അണ്ണന്മാരൊന്ന് മാനസാന്തരപ്പെട്ട് ശരിയായ രീതിയിൽ ഇവർ ഇടപെടാനായിട്ട് പഠിച്ചില്ലല്ലോ. അവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മത്സരിക്കുന്നല്ലോ എന്നോർത്ത് അവരോട് ദേഷ്യമാവരുത്. ഈ രാവിലെ സമയത്ത് പോലും എനിക്ക് ചില സഹോദരന്മാരോട് ഹൃദയത്തിൽ ദേഷ്യം തോന്നി. അപ്പം ഞാനതിനെക്കുറിച്ച് അനുദപിച്ചായിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി, ആശയം ശരിയല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവം ശരിയല്ല എന്ന കാര്യം എനിക്ക് ബോധ്യമായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്നേഹിക്കാൻ ഉള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സ്നേഹിക്കുക എന്നുള്ള കാര്യത്തിലാണ്. സ്നേഹിക്കുന്നതിലാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളുമായി നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മളുമായി യോജിക്കാത്ത ആളുകൾ, നമ്മളോട് എതിർക്കുന്ന ആളുകൾ, നമ്മളെ ബഹുമാനിക്കാത്ത ആളുകൾ, നമ്മളോട് വിശ്വസ്തത കാണിക്കാത്ത ആളുകൾ, മറക്കാനും ക്ഷമിക്കാനും മനസ്സില്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ അവരോട് ആത്മീയന്മാരായ ആളുകളുടെ മനോഭാവം സ്നേഹത്തിന്റെ മനോഭാവമാണ്. അത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. എൻ്റെ നേരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. സ്നേഹിക്കാനായിട്ട് വലിയ പ്രയാസം. എന്നാൽ സ്നേഹം കൂടാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവഹിത പ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും സകല ഉപദേശവും വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. ദൂതന്മാരുടെയും മനുഷ്യരുടെയും ഭാഷയിൽ അറിയാവുന്ന പ്രവചനം ലഭിച്ചിട്ട് സകല ജ്ഞാനവും സകല പരിപാടികളും കിട്ടിയിട്ടും സ്നേഹമില്ലാതെയാണ് ഇടപെടുന്നതെങ്കിൽ അത് ക്രിസ്തീയമല്ല. അത് ദൈവം സ്വീകരിക്കുന്ന ഒരു ക്രമീകരണമല്ല. അവിടെ സ്നേഹത്തിൽ പറയണം. സ്നേഹത്തിൽ പറയുന്നത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. ഇപ്പം ആരോടൊന്നും നമ്മൾ കർശനമായിട്ട് പറയത്തില്ല, അവർ പറയുന്നതൊക്കെ അങ്ങ് സ്വീകരിക്കും എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മളുടെ സമീപനം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് നന്മ വരണം, അവരുടെ ഗുണത്തിനായിട്ട് ദൈവം നമ്മളോട് നിർദ്ദേശിച്ച ദൈവികമായ സ്നേഹത്തിൽ അവരോടത് പറയാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ പരിശോധിച്ച് നോക്കില്ല. എല്ലായ്പ്പോഴും കർത്താവ് പറഞ്ഞതൊക്കെ കേട്ട് അവരോട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഒരിക്കൽ പോലും മനുഷ്യരോടുള്ള വിദ്വേഷ നിമിത്തമല്ല അവരോട് കർത്താവ് കർശനമായിട്ട് ഇടപെട്ടത്. അവരോട് കർശനമായി ഇടപെടാനുള്ള കാരണം അവർ നഷ്ടപ്പെട്ടു പോകുന്നുള്ള സങ്കടം ഓർത്താണ്. ആ ഒരു സമീപനം എൻ്റെ പൊന്നു സഹോദരങ്ങളെ നമുക്ക് വേണം.
ഇപ്പം മുസ്ലിങ്ങളോട് സംസാരിച്ചാലും, നമ്മളെ എതിർക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരോട് സംസാരിച്ചാലും, ദുരുപദേശക്കാരോട് സംസാരിച്ചാലും ഒക്കെ അവർ രക്ഷപ്പെടണം, അവർക്ക് നന്മ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അവരോട് സംസാരിക്കാനായിട്ട് ഒരുപാട് ഭക്തി ആവശ്യമാണ്. അല്ലാതെ നമുക്ക് സാധിക്കില്ല. അപ്പം യൂദ ആദ്യമേ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിലനിൽക്കണം. കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. കീപ്പ് എന്ന് പറയുന്ന ആ വാക്ക് സംരക്ഷിക്കുക, നിധിയൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കീപ്പിംഗ്, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രിസർവിങ് ആൻഡ് കീപ്പിംഗ് വാച്ച് ഓവർ എന്നൊക്കെ പറയുന്ന വളരെ ശക്തമായ ഒരു വാക്കാണ് ഈ കീപ്പ് എന്നുള്ളതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളെ തന്നെ സ്നേഹത്തിൽ സൂക്ഷിക്കാനായിട്ട്, സ്നേഹത്തിൻ്റെ മനോഭാവം നിലനിർത്താനായിട്ട്, മനുഷ്യരുടെ നന്മ ഉദ്ദേശിക്കാനായിട്ട് ആ ഒരു സമീപനം നമുക്ക് അനിവാര്യമാണ്. അവിടെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്ന് പത്രോസ് യൂദ പറഞ്ഞു. അപ്പം ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വാക്യത്തിൽ 20-21 വാക്യങ്ങളിൽ ത്രിയേക ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം ത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പിന്നെ പരിശുദ്ധാത്മാവുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴേ ക്രിസ്തീയ വിശ്വാസം ത്രിയേക ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട കാര്യമാണ്. ത്രിയേക ദൈവവിശ്വാസം നിലനിർത്താതെ ക്രിസ്തീയ വിശ്വാസം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ശരി, ദൈവസ്നേഹത്തെക്കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. അപ്പൊ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ച കാര്യം മനസ്സിലാക്കുക, അത് ആസ്വദിക്കുക എന്ന് പറയുന്ന കാര്യം. ഞങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞ പ്രസ്താവന ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 10-40 വർഷമായി അദ്ദേഹം പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മനുഷ്യരുടെ വിശ്വാസികളുടെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തെ സ്നേഹിക്കുന്നതല്ല, ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിച്ച് ആസ്വദിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നല്ല പ്രസ്താവന. നമ്മളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം ദൈവസ്നേഹത്തെ മനസ്സിലാക്കി അതിനെ സ്വീകരിച്ച് അതിനെ ആസ്വദിക്കുന്നതാണ്. പിന്നെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ പ്രതികരണമാണ്. ദൈവസ്നേഹം ആസ്വദിക്കുന്ന ഒരാളിന് കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? ആദ്യമേ ഉള്ളത് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുക. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവൻ നമ്മളെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര അത്ഭുതകരമായ കാര്യമാണ്. ദൈവസ്നേഹം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതം ഏറ്റവും സുരക്ഷിതമായി കേട്ടോ. എന്നെ പോലെയുള്ള ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. അതിനുവേണ്ടി എന്നെ രക്ഷിക്കാനായിട്ട്, ആ സ്നേഹം എന്നോട് പ്രദർശിപ്പിക്കാനായിട്ട് തൻ്റെ പുത്രനെ എനിക്ക് പകരമായി ബലിയായി നൽകിയെന്ന ആ സ്നേഹത്തിൻ്റെ ആ സുവിശേഷം എത്ര അത്ഭുതകരമായ സുവിശേഷമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആനന്ദം. ദൈവം നമ്മളെ സ്നേഹിച്ചു. എന്നിട്ട് ഈ സ്നേഹിച്ച ദൈവത്തെ തിരിച്ച് സ്നേഹിക്കണം കേട്ടോ. അപ്പം ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ പറഞ്ഞപ്പോൾ ഇത് 2 കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി ആ സ്നേഹം ആസ്വദിച്ച് ആ സ്നേഹത്തിൽ വർദ്ധിച്ച് ആ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൽ ജീവിക്കണം. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കണം. അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഞാൻ ഈ ദിവസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് എനിക്ക് ദിവസങ്ങളിൽ കുറെ കൂടെ ആഴമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ലോകത്തിലെ മനുഷ്യർ ദൈവത്തെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഈ ക്രിസ്തീയ സമുദായങ്ങളിലുള്ള ആളുകൾ തന്നെ അവർ മനുഷ്യരിലാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് അവർ പറയുന്നില്ല. മനുഷ്യരെ സ്നേഹിക്കണമെന്നാണ് അവർ പറയുന്നത്. മനുഷ്യരെ സ്നേഹിക്കണം കേട്ടോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മനുഷ്യനെ സ്നേഹിക്കുന്നതല്ല ഒന്നാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. പിന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. D.A. കാഴ്സൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ പ്രസംഗകൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഇത് തലതിരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. നെവർ ഇൻവേർട്ട് ദിസ് പ്രയോറിറ്റി. ഈ പറയുന്ന പ്രാധാന്യം നിങ്ങൾ ഒരിക്കലും തലതിരിക്കരുത്.
ഒന്നാമത്തെ ഉത്തരവാദിത്വം ദൈവത്തെ സ്നേഹിക്കുന്നതാണ്, ദൈവത്തെ ആരാധിക്കുന്നതാണ്, ദൈവത്തെ ബഹുമാനിക്കുന്നതാണ്. ദൈവമാണ് ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാം കേന്ദ്രം, കർത്താവാണ്. ആ ദൈവത്തെ സ്നേഹിക്കണം. പിന്നീട് ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുമായിട്ടത് പങ്കുവയ്ക്കണം. അതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോഴേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുക, ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് യൂദ പറയുന്നത്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ദൈവസ്നേഹത്തിൽ നമുക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ പറ്റുക, എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നത്? അതിന് 3 പ്രസ്താവനകൾ യൂദ വിശദീകരണമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തേത്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ഇവിടെ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അതേ വിശ്വാസം തന്നെയാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വിശ്വാസം, അത് തന്നെയാണ് ഇവിടെയും പറയുന്ന വിശുദ്ധ വിശ്വാസം. അത് സുവിശേഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് സാധിച്ചു തന്ന രക്ഷാ പരിപാടിയാണ് ഈ വിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് ദൈവം നമുക്ക് തന്ന സുവിശേഷം, ദൈവത്തിൻ്റെ വചനം. അപ്പൊ സുവിശേഷം എന്നുള്ളതിനെ അങ്ങനെ പരിമിതപ്പെടുത്തി ഞാൻ പറയുന്നില്ല. ദൈവത്തെ, ദൈവത്തിൻ്റെ പരിപാടിയെ, ദൈവത്തിൻ്റെ രക്ഷാക്രമീകരണത്തെ, ദൈവവചനത്തെ നമ്മൾ അടിസ്ഥാനമാക്കി നമുക്ക് ആത്മീക വർധന വരണം. അതിനെക്കുറിച്ച് അപ്പസ്തലനായ പത്രോസ് പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കൃപയിലും നമ്മൾ വളരണം എന്നാണ് അപ്പസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ ദൈവവചനത്തെക്കുറിച്ചുള്ള, സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവ്, സുവിശേഷത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അതുകൂടാതെ ദൈവസ്നേഹത്തിൽ നിൽക്കാൻ പറ്റിയല്ല കേട്ടോ. ചിലർ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയും, പക്ഷെങ്കിൽ സുവിശേഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സ്നേഹം വ്യർത്ഥമായ ഒരു പ്രഖ്യാപനം എന്ന് മാത്രമേ ഉള്ളൂ. സുവിശേഷം, ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്ത ആ വലിയ രക്ഷാക്രമീകരണം, അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ആശയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി, സ്വീകരിച്ച്, വിശ്വസിച്ച്, ആശ്രയിച്ച് ആ നിലയിൽ നമ്മൾ വളരണം. അതിൽ നിന്ന് നമ്മൾ ശക്തിപ്പെടണം, ആത്മീകമായി പുരോഗമനം പ്രാപിക്കണം, നമ്മളെ തന്നെ പണിയണം എന്ന കാര്യമാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. യൂദ പറയുന്നത്. അവിടെ പണിയുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം അത് ദൈവം തന്നെയാണ് നമ്മൾ ചെയ്ത് തികയ്ക്കുന്നത്. അപ്പൊ അവിടെ യൂദയും മറ്റ് അപ്പസ്തലന്മാരും ആ സന്തുലിതമായ ആ ഒരു ബാലൻസ് നിലനിർത്തുന്നുണ്ട് കേട്ടോ. ദൈവമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനത് ചെയ്യണം എന്നാണ് യൂദ പറയുന്നത്. ദൈവം ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ലെന്നല്ല, ദൈവം ചെയ്യും. അപ്പൊ ഞാൻ ആത്മീയനാകുമെന്നല്ല കേട്ടോ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. എന്നാൽ കർത്താവായ ദൈവമാണ് പണിയുന്നതെന്ന് പറഞ്ഞ് ഞാൻ പണിയാതിരുന്നാലോ? ഇത് വളരെ രസകരമായ രീതിയിലുള്ള ഒരു യോജിപ്പ് ആ വിഷയത്തിലുണ്ട്. നമ്മൾ ആത്മീകമായി വളരാനായിട്ട് തീവ്രമായി ആഗ്രഹിക്കും, അതിനുള്ള എല്ലാ പരിശ്രമവും ചെയ്യുകയും ചെയ്യണം. ദൈവവചനം വായിക്കണം, പഠിക്കണം, ദൈവവചനത്തിലെ ഉപദേശങ്ങൾ ഗ്രഹിക്കണം, സുവിശേഷം മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം, അതിൽ ആശ്രയിക്കണം, വ്യതിയാനപ്പെടാനായിട്ട് മനസ്സ് വയ്ക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ രൂപാന്തരപ്പെടണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം. അതിനനുസൃതമായ രീതിയിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരിപാടികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ രക്ഷാക്രമീകരണത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കാതെ ദൈവസ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. സോ ബിൽഡിങ് ourselves അപ്പ് ഇൻ ദ ഹോളി ഫെയ്ത്ത്, ദൈവം നമ്മളെ പരമേൽപ്പിച്ച ഈ വിശുദ്ധ വിശ്വാസം മനസ്സിലാക്കി അതിനെ സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ നിലയിൽ നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവസ്നേഹം എന്ന് പറയുന്നത് ശൂന്യമായ ഒരു കാര്യമല്ല കേട്ടോ. അതിന് സ്നേഹം എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും അതിൻ്റെ സ്നേഹം എന്ന് പറയുന്നതിന് പിൻപിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. അല്ലാതെ സ്നേഹിക്കാൻ ഒക്കെയല്ല. ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാര്യയെക്കുറിച്ചുള്ളതായ അറിവ്, ഭാര്യ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, നമ്മളുടെ കടപ്പാടുകളെക്കുറിച്ചുള്ള ബോധ്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
അതിൽ വരുമ്പോഴാണ് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ സ്നേഹിക്കാൻ നോക്കിയല്ലോ. ശൂന്യമായ ഒരു ഹൃദയത്തെ കൊണ്ട് മനുഷ്യർക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവം നമ്മളെ പരമേൽപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, അതിൻ്റെ സ്വീകരണം, വിശ്വാസം, അതിനുള്ള ധൈര്യം, ഇത് കൂടാതെ നമുക്ക് ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്ന കാര്യം, യൂദാ പറയുന്ന കാര്യം, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. അത് ഉള്ള പറഞ്ഞാൽ യൂദായുടെ ഒരു സ്പെഷ്യൽ എംഫസിസ് ആകട്ടോ. നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയെ മൂന്നും നിലനിൽക്കുകയിൽ വലുതോ സ്നേഹം തന്നെ എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അത് സത്യമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്കുള്ളൊരു പ്രത്യേക ഊന്നല് യൂദാ തരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലളിതമാകട്ടോ. ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലളിതമാണ്. അതായത് ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് വളരെ ലളിതമായ ഒരു വിശദീകരണം. ഭക്തന്മാരുടെ ലക്ഷണം എന്താണ്? ഭക്തന്മാരുടെ ലക്ഷണം എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, അതിനെക്കുറിച്ച് ഒരുപാട് വിശദാംശങ്ങളുണ്ട് കേട്ടോ. എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവരും ദൈവവചനത്തെ ബഹുമാനിക്കുന്നവരും വായിക്കുന്നവരും പഠിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ്. എസ്രാ പുരോഹിതനെ കുറിച്ച് പറയുന്നത് പോലെ അവൻ ദൈവത്തിന്റെ വചനം അന്വേഷിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ കഴിയും വിധം അതിൽ പ്രാവീണ്യം നേടുവാനായിട്ട് മനസ്സ് വെച്ചു എന്ന് പറയുന്ന വാക്യം. അപ്പൊ ഭക്തന്മാരുടെ ലക്ഷണം, അവർക്ക് ദൈവവചനം അറിയാം, അവർ ദൈവവചനം അനുസരിക്കുന്നവരാണ്, അത് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ പ്രാപ്തരാണ് എന്ന് മാത്രമല്ല, അവർ പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യരാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ശ്രദ്ധ നമ്മൾ നിലനിർത്തണം കേട്ടോ. ദൈവത്തിന് സഭയിൽ ഈ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. ദൈവവചനം സത്യസന്ധമായി നമ്മൾ പഠിക്കണം, അനുസരിക്കണം, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ദൈവാശ്രയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രാർത്ഥിക്കുന്നയാൾ സ്വയമായിട്ട് തനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവം സഹായിക്കണം എന്നുള്ളത് എങ്ങനെയാ തെളിയിക്കുന്നത്? അത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് യൂദാ പറയുന്നത് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. ഞാൻ ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ എനിക്ക് അതിനൊരു ചെറിയ ആഗ്രഹം കർത്താവ് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞ പോലെ ആഗ്രഹം വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളെ ഹൃദയങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യം തരട്ടെ എന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള താല്പര്യമുണ്ടോ? വചനം പഠിക്കാനുള്ള താല്പര്യമുണ്ടോ? ദുരുപദേഷ്ടാക്കന്മാർ സ്വാധീനത്തിൽപ്പെടാതെ, ഈ ലോകത്തിന് മാലിന്യത്തിൽ അകപ്പെടാതെ ജീവിക്കാനായിട്ട് ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അനിവാര്യമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന അനിവാര്യമാണ്. കർത്താവേ, എന്തെല്ലാം പരീക്ഷകളും പ്രലോഭനങ്ങളും എന്തെല്ലാം പാപത്തിന്റെ സ്വഭാവങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ദൈവം ദൈവം പ്രവർത്തിക്കാതെ നമ്മുടെ ജീവിതം വ്യതിയാനപ്പെടുകയില്ല. We are wicked people in ourselves. നമ്മിൽ തന്നെ നമുക്ക് ഒരുപാട് ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ച് ഈ ദുഷ്ടതയൊക്കെ മാറ്റി ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ രൂപാന്തരത്തിന്റെ പ്രവർത്തനത്താലും നമ്മളെ വ്യതിയാനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തില് അനുഗ്രഹീതമായിട്ട് തീരുന്നത്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് പറയട്ടെ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം, പരിശുദ്ധാത്മാവിലല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ജഡീകമായ പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും എന്താ? അതിനെക്കുറിച്ച് ഒരു സ്നേഹിതൻ പറഞ്ഞ പോലെ തരണമേ 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 എന്നാണ്. അതേ ഉള്ളൂ. നമ്മളുടെ ഭൗതികമായ ചില ആവശ്യങ്ങൾ നിവർത്തിച്ച് കിട്ടുക, സ്വാർത്ഥപരമായ ചില ആവശ്യങ്ങളുടെ നിർവഹണമാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ ഉദ്ദേശം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കണം. അതിനകത്ത് സ്വാർത്ഥത എന്ന് പറയുന്ന ആ ഒരു ഡിമെൻഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവമാണ് നടത്തി തരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ അതിനപ്പുറത്തായിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം വിശാലമായ നിലയിൽ പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് അവരുടെ ആവശ്യങ്ങളും അവരുടെ ആത്മീയമായ ജീവിതത്തിന്റെ അനുഗ്രഹവും ഒക്കെ മുൻപിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ ഉണ്ട്. എത്രത്തോളം ഗൗരവമായി നമ്മൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്.
സഹോദരന്മാർ പറയും രോഗമാണെന്ന് പറയും, അപ്പോഴേ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കൈകൂപ്പുകയൊക്കെ ചെയ്യും. വാട്സപ്പിൽ പ്രാർത്ഥിക്കുമോ? നമുക്ക് കൈകൂപ്പിയപ്പം കൂപ്പി, പിന്നെ അതെല്ലാം മറന്നു അല്ലേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വെക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പസ്തലനായ പൗലോസ് പറഞ്ഞ പ്രസ്താവന കൂടെ ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കർത്താവേ നിന്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സഹായിക്കും കേട്ടോ. സഹായിക്കും, നിശ്ചയമായിട്ട് സഹായിക്കും. ചോദിക്കാത്തത് കൊണ്ടാണ് സഹായിക്കാത്തത്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതെന്തൊരു അനുഗ്രഹമാണ്. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം നമുക്കുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത് പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ദൈവവചനം നമ്മളുടെ വിശ്വാസം നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പരിജ്ഞാനം പ്രാപിച്ച് സുവിശേഷത്തിൽ ഉറച്ച് സുവിശേഷത്തിലുള്ള ദൈവത്തിന്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് സ്വീകരിച്ച് നമ്മൾ ആത്മീയമായിട്ട് വളരണം. മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകാനായിട്ട് ഹൃദയംഗമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തില് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്താൽ ഒരുപാട് വ്യത്യാസം വരും. നിങ്ങൾ ചെയ്താൽ, ഞാൻ ചെയ്താൽ, ഞാൻ ദൈവവചനം ധ്യാനിക്കുന്ന, ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണ്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. എന്തൊരു അനുഗ്രഹമാണ് അല്ലയോ എൻ്റെ പൊന്നു സഹോദരങ്ങളെ. അതല്ലേ നമ്മളെക്കുറിച്ച് പറയുന്നത്, വചനധ്യാനവും പ്രാർത്ഥനയും. പ്രാർത്ഥനയിൽ അതല്ലേ അപ്പസ്തലന്മാർ ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തില് മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പസ്തലന്മാർ പറഞ്ഞു, അതിന് ഞങ്ങളെ തന്നെ അങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് വേറെ അതിനേക്കാൾ പ്രാധാന്യമുള്ള ജോലിയുണ്ട്. ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്നതിനും വചനം ശുശ്രൂഷിക്കുന്നതിനും. പ്രാർത്ഥനയാണ് ഒന്നാമത് പറഞ്ഞത് കേട്ടോ. പ്രാർത്ഥിക്കുന്നതിനും ദൈവവചനം ശുശ്രൂഷ ചെയ്യുന്നതിനുമായിട്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾ വേർതിരിക്കുകയാണ്. അപ്പൊ ഇത് മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനോട് ചേർന്ന് അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പസ്തലന്മാരെ പ്രത്യേകമായി അവരെ ആ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ തന്നെ വേർതിരിച്ചു. പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും അനുസരിക്കുകയും വചനം സ്വീകരിക്കുകയും ചെയ്യുക. അപ്പസ്തലന്മാർ ഉപദേശം കേട്ടു. പ്രാർത്ഥന കഴിച്ചുമ്പോൾ അല്ലേ, അവര് അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചുമ്പോൾ അവിടെ പ്രാർത്ഥന എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധ വയ്ക്കണം. മൂന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങള് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട്, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട്. അപ്പൊ മൂന്നാമത്തെ കാര്യം പ്രത്യാശയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കും, കർത്താവ് വരും എന്ന് പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ലോകത്തിൽ ദൈവഹിതപ്രകാരം ജീവിക്കാൻ പറ്റില്ല. കർത്താവ്, ഈ ലോകമാണ് എല്ലാം, ഈ ലോകത്തിൽ നമ്മളിന്ന് കാണുന്ന കാര്യങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതിനെക്കുറിച്ച് വെയിൻ ഗ്രൂഡം എന്ന് പറയുന്ന തിയോളജിയൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞു, വിശ്വാസികൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ രണ്ട് നിലയിൽ വേണം അവർ ജീവിക്കാൻ എന്ന് പറഞ്ഞു. രണ്ട് നില എന്ന് പറഞ്ഞത് ഒരേ ആശയത്തിന്റെ രണ്ട് വശമാണ്. അദ്ദേഹം പറഞ്ഞു, വർത്തമാനകാല ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വർത്തമാനകാല ലോകത്തിന്റെ ഉത്തരവാദിത്വവും വർത്തമാനകാല ലോകത്തിലുള്ളതായ നമുക്ക് ദൈവം തന്നതായ
അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞു. ചിലര് ഭാവിയിൽ ഇനി ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ഒക്കത്തില്ല കേട്ടോ. വർത്തമാനകാലം, വി ആർ ലിവിങ് ഇൻ ദ പ്രസന്റ്. നാം വർത്തമാനകാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തങ്ങളെ, കർത്താവ് വരും, അതുകൊണ്ട് നമുക്കിനി വർത്തമാനകാല ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാനില്ല എന്ന് പറയാനൊക്കത്തില്ല. വർത്തമാനകാല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. തെസലോനിക്കയിലുള്ള ചില സ്നേഹിതന്മാര് ചെയ്ത കാര്യം അറിയാമല്ലോ. കർത്താവ് വരുമെന്ന് പറഞ്ഞപ്പോൾ ജോലിയെല്ലാം രാജിവെച്ചു. വീട്ടിലെ പരിപാടികളൊന്നും ചെയ്യത്തില്ല, ജോലി ചെയ്യുന്നില്ല. അവർ കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കാന്ന് അവർ പറയുന്നത്. പൗലോസിന് ദേഷ്യം വന്നു കേട്ടോ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ ആഹാരവും കഴിക്കണ്ടാവും. അപ്പൊ അവർ കർത്താവ് വരുമല്ലോ, പിന്നെ ഇതിനായി വലിയ ബുദ്ധിമുട്ടെന്ന്. കർത്താവ് എപ്പോഴാ വരുന്നത് നമുക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് വർത്തമാനകാല ഉത്തരവാദിത്വങ്ങൾ അത് നിർവഹിക്കുകയും ദൈവം തന്ന അവസരങ്ങളും ആനന്ദവും ഈ വർത്തമാനകാലത്ത് ആസ്വദിക്കുകയും ചെയ്യണം. വി ആർ ലിവിങ് ഇൻ ദ പ്രസന്റ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ വശമായിട്ട് പറഞ്ഞു, എന്നാൽ ഈ വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമ്മൾ ഈ വർത്തമാനകാലത്തിൽ പരിമിതപ്പെടുന്ന ആളുകളല്ല. നമുക്ക് പ്രത്യാശയുള്ള ആളുകളാണ്. ഈ ലോകം താൽക്കാലികമാണ്. ഈ ലോകമല്ല നമ്മളുടെ ജീവിതം, ഈ ലോകമല്ല നമ്മളുടെ പ്രത്യാശ. ഈ വർത്തമാനകാല ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മളുടെ പ്രത്യാശ. വരാനിരിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്ന ആളുകളാണ്. വി ആർ ലിവിങ് ഇൻ ദ പ്രസന്റ്, ബട്ട് വി ആർ നോട്ട് ലിവിങ്, ഓർ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എൻഡിങ് വിത്ത് ദ പ്രസന്റ്. വി ഹാവ് എ ഫ്യൂച്ചർ. നമുക്കൊരു ഭാവിയുണ്ട്. ഈ ലോകത്തിലാണ് നമ്മളെന്നുള്ളത് ശരിയാണ് എങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും ഈ ലോകത്തിൽ പരിമിതപ്പെടുന്നില്ല. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അവൻ വരും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. എപ്പോഴാ വരുന്നത് നമുക്കറിയത്തില്ലെങ്കിലും വരവിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരുക്കം, അതിനായുള്ള പ്രതീക്ഷ, ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ കോവിഡും ഈ പരിപാടികളും എല്ലാം ഇത് നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ലേ? ഇന്നത്തെ ഈ വർത്തമാനകാല ദുരന്തം ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പരിപാടി ഉണ്ടായിട്ടില്ല. ഇത് കണ്ടിട്ട് നമുക്ക് യാതൊരു ഇപ്പോഴും നമുക്ക് മത്സരിക്കാനും മറ്റുള്ള ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാനും ഒന്നും മടിയില്ല. അയ്യോ, അത് വലിയൊരു അന്യായമാണല്ലോ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ മേഘം പൊങ്ങുകയും അത് ചുവന്നു കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ട്. അതനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ കുടയെടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, കാരണം മഴ പെയ്യുന്നൊരു പ്രതീക്ഷയുണ്ട്. കർത്താവ് പറഞ്ഞു, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയില്ലേ? നിങ്ങൾക്ക് പ്രകൃതിയെ വിവേചിക്കാൻ അറിയാം, എന്നാൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയില്ലേ എന്ന് കർത്താവ് ചോദിച്ചു. ഈ കോവിഡ് ഒരു വലിയ വെല്ലുവിളിയാകട്ടെ. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. എത്ര കാലം ഇത് നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, മനുഷ്യർ ഈ ലോകത്തിൽ ചെയ്തതായിരിക്കുന്ന അപരാധങ്ങൾക്കും പാപങ്ങൾക്കും ദൈവം നൽകിയൊരു ശിക്ഷയാണ്. വിശ്വാസികൾ ദൈവത്തെ ബഹുമാനിക്കാതെ ദൈവഹിത പ്രകാരം ജീവിക്കാൻ മനസ്സ് വയ്ക്കാതിരുന്നതിന് അവർക്ക് നൽകിയൊരു ശിക്ഷയാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് തന്ന ശിക്ഷയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മാനസാന്തരപ്പെട്ട കർത്താവെ, ലോകത്തിനൊരു അവസാനം വരാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമല്ലോ എന്ന ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ച് യൂദാ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക, രക്ഷയ്ക്കായല്ലേ നിത്യജീവനായിട്ട് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട്, നിത്യജീവനായിട്ട് എന്ന് പറഞ്ഞാൽ നിത്യജീവന്റെ പ്രദർശനം. ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് നിത്യജീവൻ കിട്ടി കേട്ടോ. അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നിത്യജീവനുണ്ട്. പക്ഷെങ്കിൽ ആ നിത്യജീവൻ അതിൻ്റെ വ്യക്തമായ നിലയിൽ വെളിപ്പെടാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കലാണ്. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. പാപമില്ലാത്ത ഒരു ശരീരം, പാപമില്ലാത്തൊരു അനുഭവം, ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു സ്ഥിതി, പാപവും രോഗവും എല്ലാം നീങ്ങിപ്പോകുന്ന അവസരം. അതാണ് രക്ഷയുടെ പൂർത്തീകരണം, തേജസ്കരണം. അതാണ്. അപ്പൊ അതിനു വേണ്ടി കാത്തിരുന്നുകൊണ്ട് ദൈവദാസനായ പൗലോസ് പറയും, ഈ പ്രപഞ്ചം തന്നെ ഞരങ്ങുകയാണ്, എന്നാൽ ദൈവമക്കളും അവരുടെ വീണ്ടെടുപ്പിനായി ഞരങ്ങിക്കൊണ്ട്. അങ്ങനെ ഒരു ഞരക്കം ദൈവമക്കൾക്ക് ആവശ്യമാണ്. I am restless until I am home.
ഞാൻ വീട്ടിലെത്തുന്നത് വരെ എൻ്റെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥതയുണ്ട് എന്നാണ് ദൈവമക്കൾ പറയുന്നത്. അവിടെ അവര് മരിക്കാൻ ഒരുങ്ങുന്ന ആളുകളാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകളാണ്, അവർ രക്ഷ പൂർത്തീകരിക്കുന്നത് കാത്തിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആത്മീകമായുള്ള ആരോഗ്യം നമുക്ക് പ്രാപിക്കാം. ആത്മീകമായ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോൾ വെറുക്കുവാനും മത്സരിക്കുവാനും ഒക്കെ നമുക്ക് സാധ്യതയുണ്ട്. എന്നാൽ അത് ക്രിസ്തീയമല്ല, അത് ദൈവികമല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവം നമ്മളെ സ്നേഹിച്ചതും ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതുമായിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കണം. അതിന് ദൈവത്തിൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ പരിപാടികളെ സംബന്ധിച്ചുള്ള സത്യസന്ധമായിരിക്കുന്ന അറിവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് സർവ്വകാരുണ്യവാനായ ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. പിന്നെ മറ്റുള്ളവരോടുള്ള പ്രതികരണത്തെക്കുറിച്ച് ഞാൻ അടുത്ത ആഴ്ചയിൽ എൻ്റെ ആ പ്രസംഗത്തിൽ ഞാനതിൻ്റെ ഒരു പ്രബോധനം പറഞ്ഞോളാം. അപ്പം അതുകൊണ്ട് ഈ ചോദ്യത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആർ യു ഹെൽത്തി സ്പിരിച്വലി? നിങ്ങൾ ആത്മീയ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണോ? ഞാൻ ആത്മീയ ആരോഗ്യമുള്ള ആളാണോ? ആവശ്യത്തിനുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പോഷണം എനിക്കുണ്ടോ? ഡു ഐ ഹാവ് ഇനഫ് ഓഫ് ഗോഡ്സ് വേർഡ്, ദ ഫുഡ്? ദൈവത്തിന് വചനമായിരിക്കുന്ന ജീവന്റെ അപ്പം എൻ്റെ സസ്റ്റനൻസിന്, ആരോഗ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഞാൻ സ്വീകരിക്കുന്നയാളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നയാളാണോ? അതാണ് ദൈവസ്നേഹത്തിനുള്ള നിലനിൽപ്പിൻ്റെ ലക്ഷണം. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവ കൃപയിൽ ആശ്രയിച്ച് ക്രമപ്പെടുത്താം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.